സ്നേഹങ്ങളെ, ഞാൻ മാനിയ റഹീം. നമ്മുടെ കല്ലി ഒല്ലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുകോട് കുന്നുമ്മൽ മുഹമ്മദ് മാസ്റ്റർ മെമ്മോറിയൽ AUP സ്കൂളിൽ നടക്കാനിരിക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി കുട്ടികൾക്കായി ഒരുക്കിയ നല്ല പാഠം പരിപാടിയിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ആ നല്ല പരിപാടിയിലേക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യമുള്ള എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ നാട്ടിലെ പുതിയ തലമുറ, എൻ്റെ സ്കൂളിലെ പുതിയ തലമുറ. ഇവരുടെ കൂവലും ആർപ്പുവിളികളും കേൾക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് എനിക്കും ഓർമ്മ വരുന്നത്. കുട്ടികൾക്കായി നല്ല പാഠം, MT വാസുദേവൻ നായർ അനുസ്മരണം, പിന്നെ ഞങ്ങളെപ്പോലുള്ള പോരൂർ പഞ്ചായത്തിലെ എന്നെപ്പോലുള്ള വ്ളോഗേഴ്സിൻ്റെ മീറ്റിംഗ്. ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ പ്രോഗ്രാം. ഈ സ്കൂളിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായ സന്തോഷ് മാഷും കൂട്ടുകാരും ചേർന്നാണ്, മറ്റുള്ള അധ്യാപകരും ചേർന്നാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സ്കൂളിൽ അടുത്ത് തന്നെ നടക്കാനിരിക്കുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗം കൂടിയാണ് ഈ പ്രോഗ്രാം. ഇത്രയധികം കുട്ടികൾ സാമ്പത്തികമായൊക്കെ പലതരത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് പോലും നിരവധിയായ ആളുകൾ ഇത് പ്രൊഫഷണലായും അമേച്ചറായും ഒക്കെ ഈ മേഖലക്കകത്ത് നിൽക്കുന്ന ആളുകളാണ്. ഇവിടെ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, കുറേ ആളുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളുകളാണ്. നമ്മൾ ഈ പ്രദേശത്തുള്ള പറ്റാവുന്ന നമുക്കറിയാവുന്ന മുഴുവൻ ആളുകളെയും നമ്മൾ ഈ പരിപാടിയിലേക്ക് നമ്മൾ പ്രത്യേകം ക്ഷണിച്ചതാണ്. പഴയ കാര്യങ്ങൾ നമ്മൾ മറക്കുകയും അന്യം നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന പല സങ്കേതങ്ങളും, മിഠായികള്, പേന, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റ് സംവിധാനങ്ങളൊക്കെ ഒന്ന് പോയി. അപ്പൊ നമ്മുടെ മൺമറഞ്ഞു പോയ കളികൾ, മൺമറഞ്ഞു പോയ രീതികൾ സമൂഹത്തിന് മുമ്പിൽ കൂടുതൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതിന് അതിനെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ലക്ഷ്യമാണ്. അപ്പൊ ഫിലിം ഫെസ്റ്റിവല്, ബുക്ക് ഫെസ്റ്റ്, ഭക്ഷ്യമേള, നമുക്കറിയാലോ. വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോ ഞാനിങ്ങനെ വാട്സപ്പ് നോക്കുന്ന സമയത്താണ് നമുക്കറിയാലോ, ചാനലുകളിലൊക്കെ പണ്ട് TV വന്നു എന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്ന് നമ്മൾ വിചാരിക്കും, വാർത്തയായിട്ട് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ആരും അങ്ങനെ വിശ്വസിക്കാറില്ല. സത്യമാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടെ അവരുടെ പാഠ്യപദ്ധതിയിൽ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട്. കഴിഞ്ഞ വർഷം കാശ്മീർ കാണാൻ പോയി. അപ്പൊ അങ്ങനെ സോനമാർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഫാമിലി അവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ പൂക്കോട്ടുപാടത്തേരാണ്. അപ്പൊ അവിടുന്ന് പരിചയപ്പെട്ടതിന്റെ ഭാഗമായി നമ്മുടെ ഒരു വീഡിയോ അവർ ചെറുതായിട്ട് എടുത്തു. അത് അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ അദ്ദേഹം ഷെയർ ചെയ്തു. ഞാൻ കാശ്മീരിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും കുട്ടികളെ കൂടി വട്ടം കൂടി. അവർക്ക് ഇഷ്ടപ്പെട്ട, അവർ നല്ലപോലെ ഫോളോ ചെയ്യുന്ന ഒരു ബ്ലോഗറാണ്. എനിക്കറിയില്ല ഒരാളെ പൂക്കോട്ടുപാടത്തിനുള്ള കാര്യം, പക്ഷെ ഇവിടുത്തെ കുട്ടികൾക്ക് അറിയാം. ഇപ്പൊ അടുത്തിന്റെ ഒരു ബന്ധു, ഞാൻ അവസാനിപ്പിക്കുകയാണ്, എന്റെ ഒരു ബന്ധു കിട്ടുന്ന വരുമാനമൊക്കെ കളഞ്ഞ് എന്താണ് പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഓൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് ടിപ്പുകളുടെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ റെക്കോർഡ് ചെയ്ത വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് നല്ല സുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന പുതിയൊരു സാങ്കേതിക വിദ്യയാണ്. ഇതിനകത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. പ്രസിഡന്റ് ഹാരിസ് ആണ് സംസാരിക്കുന്നത്. മറ്റ് അധ്യാപകരെ, ഈ വ്ളോഗേഴ്സിലേക്ക് എത്തിച്ചേർന്ന വ്ളോഗർമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ഈ പരിപാടി നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് മാഷ്, സിന്ധു ടീച്ചർ അടക്കമുള്ള എല്ലാ അധ്യാപകരെയും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ സമൂഹത്തിലും രക്ഷിതാക്കൾക്കിടയിലും പ്രത്യേകിച്ച് കുട്ടികളുമെല്ലാം സോഷ്യൽ മീഡിയയുടെ വിശാലമായ ലോകത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കളിച്ചു വളരേണ്ട ബാല്യം അവർക്ക് നഷ്ടമാവുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയാതെ പോകരുത്. എന്നാലും നമ്മുടെ നാടിന്റെ പാരമ്പര്യവും പൈതൃകവും ഇന്ന് പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ ഈ ഒരു പ്രോഗ്രാമിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരെയും പ്രത്യേകം ആശംസ. ഇന്ന് നിങ്ങളോട് എനിക്ക് സംവദിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ബ്ലോഗേഴ്സ് ധാർമ്മികത എന്ന വിഷയത്തിലാണ്. ഞാനധികം സംസാരിക്കുന്നില്ല, കാരണം മുജീബ് മാഷ് പറഞ്ഞ ആ പോയിന്റുകൾ തന്നെയാണ് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. പ്രധാനമായിട്ടും നിങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ധാർമ്മികത എന്ന് പറയുമ്പോൾ സമൂഹത്തിന് ഗുണം കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ
ഊന്നൽ നൽകണം എന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ സത്യസന്ധത പുലർത്തണം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. പഴയ കാല കളികൾ കുട്ടികളിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായി ഒപ്പിയെടുത്ത് ഈ സ്കൂളിൽ ഇന്നലകളിൽ നടന്ന പ്രോഗ്രാമുകൾ നമുക്കറിയാം. അതുപോലെ ഈ വർഷവും നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫിലിം ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ അല്പം കഴിഞ്ഞാൽ ഫുഡ് ഫെസ്റ്റ്, ബുക്ക് ഫെസ്റ്റ് പോലുള്ള, സ്റ്റേജ് ഷോ പോലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. അതിലൊക്കെ നമ്മുടെ സാന്നിധ്യവും പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള സഹകരണവും നിങ്ങളിൽ നിന്ന് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ലോകേഷ് എന്ന നിലക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ അകത്തേക്ക് അവർക്ക് സഹായം ചോദിക്കാനുള്ള പ്രയാസങ്ങൾ, മുന്നോട്ട് വരാൻ, സമൂഹത്തിന് മുന്നിലോട്ട് വരാൻ ഒരുപാട് മടിയുണ്ടാവും. അത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടി, ചാരിറ്റിക്ക് വേണ്ടി നമ്മുടെ ഈ കഴിവ്, അങ്ങനെ തന്നെ പറയാം, ഈ കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എന്താണ്, അങ്ങനെ സമൂഹത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങായി നമ്മളെ കൊണ്ട് സാധിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ കളികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ആ ഉദ്ഘാടനം കഴിഞ്ഞ് കുട്ടികൾ പഴയ കാലത്ത് കുറേ കളികൾ അവർ പ്രദർശിപ്പിക്കും. നമ്മളെ പ്രിയപ്പെട്ട ബ്ലോഗേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള അവസരമാണ് ഇനിയുള്ളത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് ഗ്രൗണ്ടിൽ തന്നെ കളികളുടെ, നാടൻ കളികളുടെ ഉദ്ഘാടനം നടക്കും. കുറച്ച് സമയം കൊണ്ട് കഴിഞ്ഞ് കളികൾ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏത് കളി വേണമെങ്കിലും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം, അതിനുള്ള അവസരമുണ്ട്. അതാണ് ഇനിയുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് MT വാസുദേവൻ നായർ അനുസ്മരണമാണ്. നമുക്കറിയാം, അതിന് മുമ്പിൽ ഒരു പകിടകളിയുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ കഥകളിലും നോവലുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഈ കളിയാണ്. അതുകൊണ്ടാണ് നമ്മളത് വെച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ട് പോവാം എല്ലാവർക്കും. ശരി, എല്ലാവരും അങ്ങോട്ട് പോവാം. അതത് ക്ലാസ്സുകളായി അധ്യാപകരുടെ നേതൃത്വത്തിൽ നിയന്ത്രണത്തോടു കൂടി മാത്രമേ ഗ്രൗണ്ടിൽ നിൽക്കാവൂ. അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കുക, അവനവന്റെ ക്ലാസ്സിനടുത്ത് അധ്യാപകർ ഉണ്ടാവണം. നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് നമുക്ക് മുന്നിലൂടെ വഴിമാറിപ്പോയ കുട്ടിയും കോലും കളി, കൊത്തക്കല്ല് കളി, കക്ക് കളി, സാറ്റ് കളി, കോട്ടികളി, അതായത് ചില സ്ഥലങ്ങളിൽ ഗോലി കളി എന്ന് പറയും, അങ്ങനെയുള്ള ഓരോ കളികളും, അതുപോലെ തന്നെ ഉപ്പ് കളി, കുളവും കരയും കളി, ഇതെല്ലാ കളികളും ഇവിടെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി കുട്ടിയും കോലും എന്ന പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം തുടങ്ങുകയാണ്. നമുക്ക് ആശംസ അർപ്പിക്കുന്നത് നമ്മളെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ഹാരിസ് ബാബു യു ആണ്. അദ്ദേഹത്തെയും വളരെ ബഹുമാനത്തോടെ നമ്മുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ PTA, MTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ബ്ലോഗർമാരെയും അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്ന മറ്റെല്ലാ ആളുകളെയും, വിദ്യാർത്ഥികളെയും, രക്ഷിതാക്കളെയും, അധ്യാപകരെയും എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നതിനായി മുജീബ് മാഷ് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സമയം കുറെ വൈകിട്ടുണ്ട്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് അംഗം ഗീത സിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറകൾ മറന്നുപോയ കളികളാണ് ഇന്നിവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പരിപാടികൾ നടക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കുട്ടികളെല്ലാവരും വീട്ടിനുള്ളിൽ അടച്ചിരിക്കുകയും എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈൽ അതിൽ തോണ്ടിയിരിക്കുക എന്നല്ലാതെ നമ്മൾ അയൽപക്കത്തുള്ള കുട്ടികളുമായിട്ട് കൂട്ടുകൂടുകയോ അതുപോലെ തന്നെ അന്യം നിന്ന് പോയപ്പോൾ ഈ കളികളെല്ലാം ചേർന്ന് കളിക്കുകയോ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഈ സ്കൂളിലെ അധ്യാപകരും അതുപോലെ PTA പ്രവർത്തകരും എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് എല്ലാ സംഘാടകർക്കും അതിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു. ഇന്നിവിടെ പറഞ്ഞു നമ്മുടെ പഴയകാല കളികളെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കുന്നതിന് വേണ്ടി പ്രകാശ് ഭാഷണി. വേദികൾ സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എല്ലായ്പ്പോഴും വിദ്യാലയത്തിന് തുടർന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ നല്ല പരിപാടിക്ക് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും നയിച്ച എല്ലാ അധ്യാപകരെയും
വിദ്യാർത്ഥികളെയും അതുപോലെ ഇവിടെ എത്തിച്ചാൽ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. നമ്മുടെ കുട്ടികളിൽ ക്ഷമ, സഹിഷ്ണുത ഇതെല്ലാം പഴയ നാടൻ കളികളിൽ നിന്നാണ്, വീട്ടിൽ നിന്ന് തന്നെ വരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ യാന്ത്രികമായ ഇന്റർനെറ്റിൽ വെടിവെപ്പ് അല്ലെങ്കിൽ കൊലപാതകം അത്തരം വയലൻസിലേക്ക് പോകുന്ന ഒരു തലമുറയ്ക്ക് ഞങ്ങൾ ഒരു പുതിയ അല്ലെങ്കിൽ സഹിഷ്ണുതയും സഹവർത്തിത്വ മനോഭാവവും ഒക്കെ ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഏതാനും ചില കളികൾ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വന്ന PTA, MTA, മറ്റു ബ്ലോഗർമാർ, നമ്മുടെ വിദ്യാലയവുമായി അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു. ഗ്രൗണ്ടിൽ കര കുളം, കുളം കര എന്ന കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും എൻ്റെ കുട്ടിക്കാലത്തില്ല, ഇനി ഉണ്ടായിരുന്നോന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. കോട്ടികളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കളികൾ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്നതിൽ മൊത്തത്തിൽ എല്ലാം ഭംഗിയായിട്ട് ചിത്രീകരിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. എങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉപ്പുകളിയാണെന്നാണ് തോന്നുന്നത്. ഉപ്പുകളി ആയിരിക്കാം. എനിക്ക് ഈ കളി പരിചയമില്ല. കാരണം ഞാനൊക്കെ സ്കൂളിൽ നിന്ന് പോകുന്നതിന് ശേഷമാണ് ഇതുപോലുള്ള കളികളൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതാണ് കുട്ടിയും കോലും കളി. ഇതൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കളിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് പമ്പരത്തിൻ്റെ അത് കാണുന്നില്ല. പമ്പരം എന്തുകൊണ്ടാണോ വിട്ടുപോയതെന്നറിയില്ല. ഇതാണ് കക്ക് കളി. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എല്ലാ വീട്ടുമുറ്റത്തും ഇതുപോലുള്ള കളികളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാറില്ല. കക്ക് എന്ന് പറയുന്ന ഒരു കറുത്ത കായ് ഉപയോഗിച്ചാണ് അത് കളിച്ചിരുന്നത്. ഇവർ മറ്റെന്തോ ആണ് ഇവരുടെ കയ്യിലുള്ളത്. എന്തായാലും കക്കളി ഉഷാറായി നടക്കട്ടെ. MT വാസുദേവൻ നായർ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിൻ്റെ അനൗൺസ്മെൻ്റാണ് കേൾക്കുന്നത്. ഞാൻ ഉടനെ എനിക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ കളികൾ മാറ്റിവെച്ച് ഞാൻ അങ്ങോട്ട് പോകും. അനുസ്മരണ പരിപാടിയാണ് നമ്മുടെ ഈ KMM AUPS സ്കൂളിൽ നടക്കുന്നത്. നമ്മുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സീനസ്കർ ഞങ്ങളുടെ നാടിൻ്റെ MT വാസുദേവൻ നായരാണ് കേട്ടോ. അനുസ്മരണ പരിപാടിക്ക് ഒരു ആശംസാ ഭാഷണം നടത്താൻ എന്നെ ക്ഷണിക്കാം സംഘാടകരോട് ആദ്യമായിട്ട് ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. നമ്മുടെ നാട്ടിൽ കൊണ്ടല്ലോ തെറിച്ച ചെക്കന്മാർ, നെഗറ്റീവായി ജീവിക്കുന്നവർ, സമൂഹത്തിൻ്റെ കണ്ണിൽ എപ്പോഴും മോശം. MTയുടെ അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രങ്ങൾ. അതേപോലെ MT നമ്മുടെ ചതിയൻ ചന്തുവിനെ എല്ലാവർക്കും അറിയാമല്ലോ. വടക്കൻ വീരഗാഥയിൽ ചന്തുവിനെ നല്ലവനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് MTയുടെ ഒരു തൂലികയുടെ കഴിവാണ്. അപ്പോൾ അതുപോലത്തെ മലയാളത്തിന് മഹാനഷ്ടമായ MTയുടെ ഈ അനുസ്മരണ പരിപാടിക്ക് ആശംസാ ഭാഷണം അർപ്പിക്കാൻ എന്നെ ക്ഷണിച്ച മുഴുവൻ ഇതിൻ്റെ സംഘാടകരോടും സ്കൂൾ അധികൃതരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കൊച്ചുവാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാ കൃതികളിലും പറഞ്ഞിരിക്കുന്ന ഒരു കളിയാണ് പകിടകളി. ആ കളിയാണ് നമ്മുടെ മേലത്തെ കുഞ്ഞുട്ടനും സംഘവും നൗഷാദൊക്കെ വന്ന് ഇവിടെ അത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. MT സാറിൻ്റെ പുസ്തകങ്ങളിലെ പ്രധാന കഥാപാത്രമാണ് പകിടകളി. അത് അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് കുഞ്ഞുട്ടേട്ടൻ, മേലെണ്ണവും സംഘവുമാണ്. അപ്പോൾ നമുക്കിനി പകിടകളിയിലേക്കൊന്ന് പോകാം. പകിടകളിയും ഇപ്പോൾ എവിടെയും കാണാറില്ല. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഞാനൊന്നും എവിടെയും കണ്ടിട്ടില്ല. വിവിധ കളികൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
മുമ്പൊക്കെ അങ്ങാടിയിലെ ചായക്കടകളുടെ മുറ്റത്തൊക്കെ ഇതുപോലുള്ള കളികളും ആർപ്പുകളികളൊക്കെ ഒരുപാടുണ്ടാകുമായിരുന്നു. അതും നമുക്ക് മുന്നിലൂടെ വഴിമാറിപ്പോയിട്ടുണ്ട്. ഒമ്പത് പോരൂർ പഞ്ചായത്തിലെ പ്രധാന ബ്ലോഗേഴ്സാണ് സന്തോഷം കുടുംബവും. അവർ നാളത്തേക്ക് വേണ്ടിയുള്ള കണ്ടന്റ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ചെറുകോട്ട് AUP സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. മുട്ടായിക്കട, അതായത് ഈ സ്കൂൾ ഗ്രൗണ്ടിലെ ലുലു മാൾ. കടം തരൂലെടുക്കുമ്പോ പറയണട്ടോ വടിയൊക്കെ പിടിച്ചാൽ നമ്മള് പിന്നെ സ്കൂൾ പഠിക്കണ മുട്ടായി കടം വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ആഴ്ചനേതാൻ്റെ അടുത്ത് എത്രയോ കടം വാങ്ങിയിട്ടുണ്ട്. അത് കൊടുക്കാത്തത് കൊണ്ട് എൻ്റെ ബുക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തരും. ലൈനായിട്ട് നിന്നാലേ തരുള്ളൂ. പിഴക്ക് വന്നാൽ തരും. നിങ്ങൾക്ക് ക്യൂല ഇന്ന ചവിട്ടല്ലടാ. മുട്ടായിക്കടയിലെ തിരക്കാണ് കേട്ടോ അത്. മുട്ടായിക്കടയിലെ തിരക്ക് കണ്ടോളൂ. AUP സ്കൂൾ ചെറുകോട് സംഘടിപ്പിച്ച മുട്ടായിക്കടയിലെ തിരക്കാണിത്. ലുലു മാൾ ഉദ്ഘാടനത്തിന് പോലും ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയും തിക്കും തിരക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല.
കുറച്ചെണ്ണം മതി. അത് വീഡിയോയിൽ വരും കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. നിങ്ങളെന്താ കബഡിയാ? മിഠായിക്കടയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ അധ്യാപകർ ഓരോ ക്ലാസ്സിലുള്ള കുട്ടികളെ പ്രത്യേകമായിട്ട് വിട്ട് അങ്ങനെ തിരക്ക് നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 1ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. AUP സ്കൂളിലെ മിഠായി പീടികയിൽ മിഠായി വാങ്ങാനെത്തിയ കുട്ടികളാണ് കേട്ടോ ഇതൊക്കെ. മിഠായി വാങ്ങാൻ നിൽക്കുന്ന കുട്ടികൾ, മിഠായി പീടിയിലെ കുട്ടികൾ, മിഠായി വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളാണ് കേട്ടോ. അതൊക്കെ AUP സ്കൂൾ ചെറുകോടിലെ